അങ്ങനെ സഫ, ലല്ലു, ഫസ്മിന, അവീത യൂണിവേഴ്സ് വളരെ ശുഭകരമായി തന്നെ പര്യവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും കാലം അവീതത്തിന്റെ പേരിൽ കലഹിച്ചുകൊണ്ടിരുന്ന രണ്ട് വനിതാ രത്നങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. ഇനി ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ദാ കൺ തുറന്ന് കാണും. അന്നത് അറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ. ഒരുത്തന്റെ അവിഹിത കാമുകിയും ഭാര്യയും തമ്മിൽ ഒന്നിക്കുന്ന ഒരു അപൂർവ കാഴ്ച. ഈ കാഴ്ച ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാലുല്ലേ എങ്ങനെ കലഹിച്ച് നടന്ന ആൾക്കാരായിരുന്നു. കഴിഞ്ഞ 2 മാസം പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തതായിട്ട് ഒന്നുമില്ല. എന്ത് കളിയാടാ ഇത്? ഒരുത്തി മറ്റൊരുത്തിയെ കുറിച്ച് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നു, അതിന് മറുപടി ആയിട്ട് മറ്റൊരുത്തി അപ്പുറത്തുനിന്ന് വീഡിയോ ചെയ്യുന്നു, വീണ്ടും മറുപടി പറയുന്നു. ഇതന്നെയായിരുന്നു പരിപാടി. ഇനി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത കുറ്റങ്ങളും കുറവുകളും ഇല്ലായിരുന്നു. അവസാനപ്പോ രണ്ടാളും എല്ലാം അവസാനിപ്പിച്ച് ഒന്നിച്ചിരിക്കും. ഇഷ്ടത്തേക്ക് അപ്പ മാറ്റിട്ടേ വിശ്വാസത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. ഇതിൽ സഫയുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ ഒരേ സമയം സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ മറ്റൊരുത്തന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ ഇറങ്ങി പോയവളാണ് ഈ പറയുന്ന സഫ. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ പബ്ലിക്കിൽ വന്ന് അഭിനയിക്കുകയായിരുന്നു. ഞാൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മാതൃകാ പുരുഷനാണ്, എ മോഡൽ യങ് ബോയ് ഓഫ് കേരള. അതിനുവേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. കഴിഞ്ഞ 8 മാസത്തോളമായി ഫസ്മിൻ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, എന്നിട്ട് അതിൽ സ്വന്തം ഭർത്താവിന്റെ അവിഹിത കഥകളും കോഴി ചാറ്റുകളെയും കുറിച്ച് വന്ന് സംസാരിക്കുന്നു, അതിന് തെളിവുകൾ പുറത്തുവിടുന്നു. ഈ രീതിയിലായിരുന്നു ഇവിടെ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. അങ്ങനെ അവർ പരസ്പരം ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ബഡാ ദോസ്തുകളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒരുത്തന്നെ അവിഹിത കാമുകിയും ഭാര്യയും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായി മാറുന്ന ഒരു അപൂർവ കാഴ്ച. ആഹാ, കാണുമ്പോ തന്നെ 2 കൊടുക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഇങ്ങക്ക് നാണമില്ലല്ലോ, എല്ലായിടത്തും വലിഞ്ഞു കയറി പൊയ്ക്കോളൂ.